ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ ബഡ്. ഇന്ന് നമുക്ക് ഇതേപോലെ ഒരു അംബ്രല്ല ഫുൾ ഗൗൺ സ്റ്റിച്ച് ചെയ്യാമേ. അതിനുവേണ്ടി ഞാൻ ജോർജറ്റ് മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. ടോട്ടൽ 3.5 മീറ്റർ എടുത്തിട്ടുണ്ട്. 9 വയസ്സിൻ്റെ അളവിനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മെഷർമെൻറ്റ് എഴുതി വെച്ചേക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഷോൾഡർ ഫുൾ ലെങ്ത്ത് വരുന്നത്, ഗൗണിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് 41 കേട്ടോ. ഷോൾഡർ 11.5, അതിൻ്റെ പകുതി. ചെസ്റ്റ് 25, അതിൻ്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്ത് അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തേക്കുവാണ് കേട്ടോ. 6.25 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ വേസ്റ്റ് വരുന്നത് 24, അതിൻ്റെയും കൂടെ 2 കൂടെ ആഡ് ചെയ്തിട്ട് 4ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തേക്കുവാണ്. അപ്പോൾ ആം ഹോള് 10.5, അതിൻ്റെ പകുതി. ഫുൾ ലെങ്ത് 41, ഫ്രണ്ട് നെക്ക് 4, ബാക്ക് നെക്ക് 4. അപ്പോൾ 41 വരുന്നത്. നമുക്ക് 2 പാർട്ടായിട്ടാണ് കേട്ടോ. നമ്മൾ മുകളിലത്തെ പാർട്ടിന് 10, അതേപോലെ താഴത്തെ 41 10 പോയാൽ പിന്നെ താഴത്തെ പാർട്ടിന് 31 നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ 10 കിട്ടണമെങ്കിൽ നമ്മളൊരു 11.5 ഇട്ട് വെട്ടണം. കാരണം മുകളിലും താഴെയൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ തുണി കുറയും. അതേപോലെ താഴ്ഭാഗം മടക്കി അടിക്കും, പിന്നെ മുകളിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ ഒരു 32 ഇട്ട് വേണം നമുക്ക് തുണി വെട്ടിയെടുക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് ഈ കറക്റ്റ് മെഷർമെൻറ്റിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ 3.5 മീറ്ററും ഇതേപോലെ ഞാൻ 2ആയിട്ട് മടക്കിയിട്ടു. ഇവിടാണ് വെട്ട് വരുന്ന ഭാഗം, ഇവിടെ വെട്ട് വരാത്ത ഭാഗമാണ് കേട്ടോ. ജോയിൻ്റ് ആവുന്ന ഭാഗം. അപ്പോൾ ആ ജോയിൻ്റ് ആവുന്ന ഭാഗത്തിന് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തു. ഇതാണ് കേട്ടോ ഈസി ആയിട്ട് നമുക്ക് അംബ്രല്ല വെട്ടാനായിട്ട് മടക്കാനുള്ളത്. അപ്പം എന്നിട്ട് ആ കൂർത്ത ഭാഗം ഉണ്ടല്ലോ, ആ കൂർത്ത ഭാഗത്താണ് നമുക്ക് ആ വേസ്റ്റിൻ്റെ അളവ് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ കറക്റ്റ് ഒരു 8 വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കി. കറക്റ്റ് 6 കിട്ടുന്നുണ്ടോ. അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടുന്നില്ല. അപ്പോൾ 6 കിട്ടുന്നുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ഇറക്കി 8.5 വെച്ചിട്ട് ഞാൻ ഇതേപോലെ കറക്റ്റ് ആ എന്താ പറയുക വി പോലെ വരുന്നിടത്ത് വേണം നമ്മൾ വെച്ചിട്ട് താഴേക്ക് മാർക്ക് ചെയ്യാൻ. അപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. 6 കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് മതി കേട്ടോ. നമുക്ക് കൂടി നിന്നാലും കുറയരുത്. എന്നിട്ട് താഴേക്ക് നമ്മൾ ആ മാർക്ക് ചെയ്തിടത്തു നിന്ന് താഴേക്ക് നമുക്ക് 32 വേണ്ടത്. ഓക്കെ, 32 ഞാനൊരു മാർക്ക് ഇട്ടു. ഇനി ഈ ടേപ്പ് ഞാൻ മുകളിൽ തന്നെ വെക്കുവാണ്. കറക്റ്റ് മുകളിൽ വെച്ചിട്ട് ആ 32ൻ്റെ പോയിൻ്റ് ഉണ്ടല്ലോ, അത് എത്രയാണോ കിട്ടുന്നത് അവിടെ വെച്ചിട്ട് ഇതേപോലെ ഞാൻ കറക്റ്റ് മാർക്ക് ചെയ്ത് വെക്കുവാണ്. ഇപ്പം നമ്മളിപ്പോൾ താഴെ ഈ 6.5 മാർക്ക് കൊടുത്തില്ലേ, അവിടെ വെച്ച് ചെയ്താൽ ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ സാധ്യത കുറവാണ്. എനിക്ക് എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നതാണ് കറക്റ്റ് അംബ്രല്ല റൗണ്ടായിട്ട് കിട്ടാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റ് ഇതേപോലെ മാർക്ക് ചെയ്ത് എടുത്തു. ഓക്കെ, ഇനി ഞാനത് കട്ട് ചെയ്ത് മാറ്റുവാണ്. ആദ്യം താഴ്ഭാഗം കട്ട് ചെയ്തിട്ട് വേണം മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ആ അതിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ അതിലൊന്ന്, അതേപോലെ ലൈനിങ് ഇവിടെ ഓപ്പൺ ആവുന്ന ഭാഗം, മുകൾ ഭാഗത്ത് ഓപ്പൺ ആവാത്തതിനെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തു. ഇത് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് പോസ് ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാകും കേട്ടോ. അവിടെ കറക്റ്റ് മുകളിൽ വെച്ചിട്ട് നമുക്ക് 6.5 കറക്റ്റ് ഈ 2 തുണിയും ഒരുപോലെ കാണാം കേട്ടോ. അപ്പോൾ അതേപോലെ നമുക്ക് ചെയ്തെടുത്താൽ മതി. ലൈനിങ് വെട്ടുമ്പോൾ നമുക്ക് 32 വേണ്ടത്, അതിൽ നിന്ന് ഒരു 2 ഇഞ്ച് കുറച്ച്. ഇപ്പം നമുക്ക് ആക്ച്വൽ ലെങ്ത് വേണ്ടത് 31 നിന്ന് 2 ഇഞ്ച് കുറച്ച് മാത്രം മതി നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാൻ. ഓക്കെ, അപ്പോൾ അവിടെ വെച്ചും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുത്ത് കട്ട് ചെയ്യാം. ഈസിയാണ് കേട്ടോ. ഇച്ചിരി ഒന്ന് മനസ്സിലാക്കി എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ ലൈനിങ്ങിൻ്റെ ബാലൻസ് പാർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ 2.5 മീറ്റർ മാത്രമേ ലൈനിങ് എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതിനെ 4ആയിട്ടൊന്ന് മടക്കിയിട്ട് കൊടുത്തു. ബാലൻസ് പാർട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ട ലെങ്ത്ത് എത്രയാണ്? 11.5 വേണ്ടത്. ജസ്റ്റ് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഞാൻ. ഓക്കെ, എന്നിട്ട് ഷോൾഡർ 5.5, താഴേക്ക് ഒരു 4 ഒരു L ഷേപ്പ് ക്രിയേറ്റ് ചെയ്തെടുത്തു. ഓക്കെ, എന്നിട്ട് അവിടെ നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് 5.25 തയ്യൽ തുമ്പ്. ഞാൻ ഒരു 1.5 തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. വേസ്റ്റിൻ്റെ അളവ് എത്രയാണ്? 6.5 തയ്യൽ തുമ്പ്. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇതേപോലെ കുഴിച്ച് വരച്ച് കൊടുത്തു. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റുവാണേ. ഓക്കെ, ഇനി നമുക്ക് മെയിൻ ക്ലോത്തും ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ ആണ് വെട്ട് വരുന്ന ഭാഗം. ഇതേപോലെ കറക്റ്റ് വെച്ചിട്ട് ഒന്ന്
ലൈനിങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു. ലൈനിങ് കട്ട് ചെയ്ത രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഓക്കെ, ഇനി ഞാൻ ആ ബാലൻസ് ക്ലോത്തിനെ ഒന്ന് ജസ്റ്റ് മടക്കി എടുക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തു. കറക്റ്റായിട്ട് മടക്കിയിട്ടിട്ട് ഞാനിപ്പോൾ ഒരു 4 വീതിയിൽ ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ 3.5 മീറ്റർ ഞാൻ ഇതിനകത്ത് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അത് നമ്മൾ കയ്യിൽ ചെറിയ ഫ്രില്ല് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് 22 നീളവും 4 ഇഞ്ച് വീതിയുടെ 2 തുണി കട്ട് ചെയ്തെടുത്തു കേട്ടോ. വള്ളി വെച്ച് കൊടുക്കാനാണ് നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ ക്യാൻവാസിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലൈനിങ്ങിൽ വേണമെങ്കിൽ ലൈനിങ്ങിൽ കട്ട് ചെയ്യാം. 2ആയിട്ട് മടക്കിയിട്ട് 2.5 വീതിയും 4.5 ഇറക്കത്തിലും ഇതേപോലെ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് വി നെക്ക് വരച്ചു കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ആ വിയെ ഒന്ന് വൈഡാക്കി കൊടുത്തു. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക്. ഞാനത് കട്ട് ചെയ്തു. സെൻറ്ററിൽ 2 ഡോട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പതിച്ചെടുക്കുവാണ് ഇതിനെ. അപ്പോൾ ബിഗിനേഴ്സിന് ഇതായിരിക്കും അയൺ ചെയ്തൊക്കെ എടുക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ബിഗിനേഴ്സിന് എളുപ്പത്തിൽ ഇത് ചെയ്യാം. അപ്പോൾ ക്യാൻവാസ് മടക്കി 2ആയിട്ട് മടക്കി 2.5 വീതിയും അതേപോലെ 4.5 ഇറക്കത്തിലും അതേപോലെ ബോക്സ് വരച്ചിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കുന്നേ ഉള്ളൂ ബാക്കിൽ. ഓക്കെ, ഫ്രണ്ട് ബാക്ക്. ഇനി ഞാൻ ബാലൻസ് ക്ലോത്തിൽ ജസ്റ്റ് ഇതൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതിൻ്റെ സൈഡൊന്ന് ജസ്റ്റ് മടക്കി ആ ക്യാൻവാസിലേക്ക് വെച്ചൊരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. 2ഉം ഇതേപോലെ ചെയ്തെടുക്കുവാണ്. ബാലൻസ് നിൽക്കുന്നതെല്ലാം കട്ട് ചെയ്ത് മാറ്റി ഫ്രണ്ടും ഇതേ രീതി ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ലൈനിങ് ക്ലോത്ത് എടുത്തു. ഓക്കെ, എന്നിട്ട് മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗമാണ് കേട്ടോ മുകളിൽ ഇരിക്കുന്നത്. കറക്റ്റ് സെൻറ്റർ നോക്കി പ്ലേസ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് പിന്നൊക്കെ കുത്തി കൊടുത്ത് ഞാൻ സെക്യൂർ ചെയ്തിട്ട് നമ്മൾ ആ വരച്ച നെക്കിലെ ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കുക. ഓക്കെ, സ്റ്റിച്ച് ഇട്ടെടുത്തു. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് ഒന്ന് കട്ട് ചെയ്തു. എന്നിട്ട് ആ സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ വെട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഈ ലൈനിങ്ങിനെ ഇതേപോലെ നീക്കിയിട്ട് ആ മെയിൻ ക്ലോത്തിൻ്റെ ഇപ്പം നമ്മൾ വെച്ചില്ലേ ലൈനിങ്ങിൻ്റെ അതിൻ്റെ സെൻറ്ററിൽ കൂടെ പതിച്ചൊരു സ്റ്റിച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് ആ ലൈനിങ്ങിനെ അകത്തേക്ക് വെച്ചിട്ട് ജസ്റ്റ് എഡ്ജിലൂടെ നെക്കിൻ്റെ എഡ്ജിലൂടെ പതിച്ചൊരു സ്റ്റിച്ച് കൂടെ കൊടുത്താൽ നെക്ക് കറക്റ്റായിട്ട് അവിടെ ഇരിക്കും കേട്ടോ. എന്നിട്ട് ആ ലൈനിങ്ങിൻ്റെ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചില്ലേ നെക്കിൻ്റെ ആ തുണിയും കൂടെ ജസ്റ്റ് ഒന്ന് പതിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെം ചെയ്തായാലും എടുക്കാം. ഞാനിപ്പോൾ മെയിൻ സ്റ്റിച്ച് കൊടുത്തതേ ഉള്ളൂ. എന്നിട്ട് മെയിൻ ക്ലോത്തിനെയും ലൈനിങ്ങിനെയും കൂടെ 3 വശവും ഒന്ന് ജോയിൻ ചെയ്തെടുത്തു കേട്ടോ. ഓക്കെ, ഫ്രണ്ടിൽ ഞാൻ ഇതേപോലെ ഒരു ലേസ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ടുള്ള സമയമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതേപോലെ ഒരു ലേസ് മേടിച്ചു. എന്നിട്ട് കറക്റ്റ് ഇതേപോലെ ആ വി നെക്കിൻ്റെ അവിടെ ഒന്ന് വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. വീടെ പോയിന്റ് വരുമ്പോൾ ഇതേപോലെ ഒന്ന് മടക്കി ആ മടക്കുന്നിടത്തൊരു സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ കറക്റ്റ് നമുക്ക് വി അതേപോലെ കിട്ടും കേട്ടോ. ഇതേപോലെ ഹിപ്പിലൂടെ വെച്ച് കൊടുത്താൽ ഭംഗിയാണ്. ഇപ്പം ഞാൻ ഹിപ്പിൽ വെച്ച് കൊടുത്തില്ല. ഇനി ഞാൻ 1/2 മീറ്ററേ വാങ്ങിയുള്ളൂ കേട്ടോ. 1/2 മീറ്ററിൽ ഹിപ്പിലൂടെ തികയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഹിപ്പ് ഒഴിവാക്കി. ഓക്കെ, ഇതേ രീതിയിൽ ബാക്ക് നെക്കൂടെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ബാക്കും ഫ്രണ്ടും ചെയ്തെടുത്തു. എന്നിട്ട് നല്ല ഭാഗം ഫേസ് ചെയ്ത് വെച്ചിട്ട് ഷോൾഡർ ജസ്റ്റ് ഒന്ന് ലോക്കിട്ട് ജോയിൻ ചെയ്തെടുക്കുവാണ് കേട്ടോ. ഇതാണ് ബിഗിനേഴ്സിന് ഒന്നുകൂടെ ഈസി ആയിട്ട് ഫീൽ ആവുന്നത് കേട്ടോ. എന്നിട്ട് ആ തയ്യൽ തുമ്പ് ഷോൾഡറിൻ്റെ അവിടുത്തെ തയ്യൽ തുമ്പ് ബാക്ക് നെക്കിലേക്ക് ഫേസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് പതിച്ചൂടെ ഷോൾഡർ കൊടുത്തു. തുണി എന്നിട്ട് ബാക്ക് നമുക്ക് സിബ് വെച്ച് കൊടുക്കാം കേട്ടോ. സിബിന് വേണ്ടിയിട്ട് ബാക്ക് പാർട്ട് ഇതേപോലെ 2ആയിട്ട് മടക്കി സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ടെടുത്തു. എന്നിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വിരിച്ച് വെക്കുക കേട്ടോ.
എന്നിട്ട് ആ ഒരു സിബ് എടുത്തു. എന്നിട്ട് സിബിൻ്റെ റോങ് സൈഡിലാണ് കേട്ടോ സ്റ്റിച്ച് വിടുന്നത്. നല്ല സൈഡ് അകത്തേക്ക് ഫേസ് ചെയ്ത് വെച്ചാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ 2 സൈഡിൽ നിന്നും സിബൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ. എന്നിട്ട് നമ്മൾ ആദ്യം ഇട്ട സെൻറ്ററിലൂടെ ഉള്ള ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, അതൊന്ന് പൊട്ടിച്ച് വിട്ടാൽ മാത്രം മതി കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് സിബ് വെക്കാനായിട്ട് പറ്റും. ബാലൻസ് നിന്ന പാർട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് തുണിയെ ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ട് ഒന്നുകൂടെ എടുത്തു വിട്ടുവാണ്. ഷോൾഡർ ഇതേപോലെ ഇച്ചിരി അകത്തേക്ക് കയറ്റി 4ൽ ഒരു L ഷേപ്പ് വരച്ചു കൊടുത്തു. താഴത്തേക്ക് ഇനിയിപ്പം നമുക്ക് കറക്റ്റ് 11 മതി കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് ചെസ്റ്റും വേസ്റ്റും മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ച് ആം ഹോളൊന്ന് കുഴിച്ചുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ബാലൻസിങ്ങിന് ഞാൻ കട്ട് ചെയ്ത് മാറ്റി. അപ്പുറത്തെ സൈഡും ഇതേപോലെ കറക്റ്റ് ഒന്ന് വരച്ച് വെക്കാം. എന്നിട്ട് ഇതേപോലെ ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഒരു ഫോൾഡ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് ഇതേപോലെ നിർത്തി ഒന്ന് വളച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു വട്ടം കൂടെ ഫോൾഡ് ചെയ്തിട്ട് അതേപോലെ നിർത്തി സൂചി കുത്തി നിർത്തി മാത്രം തുണി നീക്കി എടുക്കുക കേട്ടോ. ഓക്കെ. 2 സൈഡും അതേപോലെ ഞാൻ ചെയ്തെടുത്തു. എന്നിട്ട് വള്ളി വെച്ച് കൊടുക്കാനായിട്ട് ഇതേപോലെ തുണി 2ആയിട്ട് മടക്കി ആദ്യത്തെ ക്രോസ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് മാറ്റി. എന്നിട്ട് ബാലൻസ് ഇതെല്ലാം മാറ്റി കൊടുത്തു. എന്നിട്ട് നമ്മൾ ആദ്യം ക്രോസ് ചെയ്തില്ലേ, ആ ഭാഗത്തു നിന്നും ഒരു നെയിലും ഒന്ന് എടുത്ത് കുത്തി ഒന്ന് ജസ്റ്റ് വലിച്ച് തിരിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രില്ല് വെക്കാനായിട്ടൊരു തുണി എടുത്തില്ല, അതിൻ്റെ ആദ്യം സൈഡൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ തുണിയുടെ ഒരു സൈഡ് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഒരു സൈഡും 2 സൈഡൂടെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേപോലെ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ചെറിയ ഫ്രില്ലോ വലിയ ഫ്രില്ലോ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്ലീവ്ലെസ്, എപ്പോഴും സ്ലീവ്ലെസ് അല്ലേ, ഈ ഒരു സ്ലീവ് ഇല്ലാത്തവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നല്ലൊരു ഭംഗിയാണ്. നമ്മുടെ കുഞ്ഞുമക്കൾക്കല്ല വലിയവർക്കായാലും സ്ലീവ്ലെസ് ഇടാൻ ആഗ്രഹമുള്ളവർക്ക് ഈ സ്ലീവ്ലെസ് ഇടാൻ ആഗ്രഹം ഉണ്ടായിട്ടും ചിലർ ഇടാറില്ല കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഈ സ്ലീവ് ചൂസ് ചെയ്യാനായിട്ട് ബെറ്റർ ആയിരിക്കും. ഇതേപോലെ ഇട്ടെടുത്തിട്ട് സെൻറ്റർ ഒന്ന് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. അതേപോലെ മാർക്ക് ചെയ്തിടം കറക്റ്റ് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഫേസ് ചെയ്ത് വെച്ച് കറക്റ്റ് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ കറക്റ്റ് 3.5 വരുന്നുണ്ട് കേട്ടോ. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു ഭാഗത്തേക്ക് 3.5, ഇപ്പുറത്തെ ഭാഗത്ത് 3.5, അങ്ങനെയാണ് കേട്ടോ എനിക്ക് കിട്ടാറ്. ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പതിച്ചൂടെ സ്റ്റിച്ച് ചെയ്ത് ഇത് കറക്റ്റായിട്ട് അവിടെ ഇരിക്കും കേട്ടോ. നല്ല ഭംഗിയാണ്. ഗ്യാദറിങ് പോലെ ഇതേപോലെ സ്ലീവ് ചെയ്തെടുക്കാൻ. എന്നിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് ഒന്ന് ലോക്ക് ചെയ്തിട്ട് ഇവിടെ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് 1 ഇഞ്ചിലാണ് കേട്ടോ നമ്മൾ വള്ളി അകത്താണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് തയ്യൽത്തും വിട്ട് കൊടുക്കുക. ബാലൻസ് ചെയ്യുന്നതെല്ലാം കട്ട് ചെയ്ത് മാറ്റുക. 2 സൈഡും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് അംബ്രല്ലയുടെ ഭാഗം എടുക്കാം. അതിൻ്റെ ഭാഗത്ത് കറക്റ്റ് ഞാൻ സെൻറ്റർ ഡോട്ടിട്ട് വെച്ചിരുന്നല്ലോ, ആ ഡോട്ടിൽ നിന്ന് കറക്റ്റ് മെയിൻ ക്ലോത്തും ലൈനിങ്ങോടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. ആദ്യം തന്നെ 2 സൈഡും ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കാം. അതേപോലെ ലൈനിങ്ങിൻ്റെ അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് കറക്റ്റ് ആ സെൻറ്ററിൽ നിന്ന് നമ്മുടെ വേസ്റ്റിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് കറക്കി സൂചി കുത്തി നിർത്തി മാത്രം തുണി നീക്കി കൊടുക്കുക കേട്ടോ. ഒരു സൈഡിലേക്ക് ഞാൻ ജോയിൻ ചെയ്ത് കൊടുത്തു. വേസ്റ്റിൻ്റെ അവിടെ നിന്നാണ് അടുത്ത സൈഡിലും അതേപോലെ ജോയിൻ ചെയ്തെടുത്തു കേട്ടോ. ഓക്കെ. എന്നിട്ട് ഇതേപോലെ ഒരു സൈഡ് അപ്പോൾ ഓപ്പൺ ആയിരിക്കും. ആ ഓപ്പൺ വരുന്ന ഭാഗം ഇതേപോലെ കറക്റ്റ് തുണി പിടിച്ച് ജോയിൻ ചെയ്യാം. ഞാൻ മെയിൻ ക്ലോത്തും ലൈനിങ്ങോടെ ഒരുമിച്ചാണ് ജോയിൻ ചെയ്യുന്നത്. 2ആയിട്ട് വേണ്ടവർക്ക് 2ആയിട്ട് ജോയിൻ ചെയ്യാം. എന്നിട്ട് വേസ്റ്റിൻ്റെ അവിടെ നിന്ന് ഒരു വട്ടം കൂടെ കറക്കി ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. കറക്റ്റ് നമ്മുടെ പണി
എന്നിട്ട് ഇതാ ഇതിൻ്റെ അടിഭാഗം, മെയിൻ ക്ലോത്തിൻ്റെ അടിഭാഗം കൂടെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഔട്ട്ലുക്കാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് തന്നെ ഒരു 3 മീറ്റർ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.